ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അതിനകത്ത് കുറച്ചേറെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി മൈ സൗണ്ട് സിസ്റ്റം വാസ് നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് ഓൾ. ബിക്കോസ് ഞാൻ ഡയറക്റ്റായിട്ട് ഫോണിലാണ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചത്. പിന്നെ ട്രൈപോഡ് ഉണ്ടായിരുന്നു, മോളുടെ ട്രൈപോഡ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ വെച്ചാണ് ചെയ്യുക. അപ്പോൾ പല യൂട്യൂബ് ചാനലുകളും കണ്ടും കേട്ടും ചോദിച്ചും അറിഞ്ഞുമൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലായത് അക്സസറീസ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ ഒരു നല്ല രീതിയിൽ ആക്കി പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നടക്കൂ. അതായത് ബൈ യൂസ്, പല പ്രാവശ്യം അത് യൂസ് ചെയ്താണ് നമുക്കത് മനസ്സിലാക്കുക എന്നുള്ളത്. സോ ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു കോൺഫിഡൻറ്റോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സോ ഈ ബേസിക് ആക്സസറീസായ ട്രൈപോഡും പിന്നെ മൈക്കും ദെൻ ഫോൺ ഓഫ് കോഴ്സ് എനിക്കുണ്ട്. ഞാനൊരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സസറീസ് എല്ലാം ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് പോകുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ ഉടനെ നല്ല നല്ല വ്ളോഗുകൾ എടുക്കണമെന്നുള്ള ആ ഒരു സന്തോഷവും ധൈര്യവും മനസ്സിലുള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ സാധനങ്ങളെല്ലാം കൈ കിട്ടി. സോ ഇതാണ് എൻ്റെ മൈക്ക്. ദിസ് ഈസ് ബോയയുടെ V10 എന്നുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിച്ചു, പൊട്ടിച്ചു, തുറന്നു. പക്ഷേ ഇത് ഞാൻ റിട്ടേൺ ചെയ്യാണ്. അതിനുള്ള കാരണം ഈ വീഡിയോയുടെ കൂടെ പറഞ്ഞിരിക്കും. ദെൻ ഞാൻ വാങ്ങിച്ചത് ഇതാണ് മൊബി ലൈഫിൻ്റെ ട്രൈപോഡാണ്. ഈ ട്രൈപോഡിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഇതിൽ തന്നെ LED ലൈറ്റുകൾ രണ്ടും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ റിങ്ങുള്ള വലിയ നമ്മൾ ലൈറ്റൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് വിത്ത് റിമോട്ട് സെൻസർ. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കറിയാൻ പറ്റും ബാക്കിയുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതൊക്കെ. ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മോള് എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഐഫോൺ. ഇതാണ് ഞാൻ എൻ്റെ മൈക്ക് റിട്ടേൺ ചെയ്യാനുള്ള എൻ്റെ കാരണം ഇനി ഞാൻ ഇതിലേക്കായിരിക്കും എൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം മാറ്റുക. അപ്പോൾ ഈ മൈക്ക് ഇതുമായിട്ട് കമ്പാറ്റബിൾ ആകില്ല. സോ ഇനി ആൻഡ്രോയിഡിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് ഇനി ഐഫോണിൻ്റെ കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. സോ ഐ വാസ് സോ ഹാപ്പി ടു ആക്സെപ്റ്റ് ദിസ് ഗിഫ്റ്റ് ഫ്രം ഹർ. അങ്ങനെ മക്കൾ പഠിച്ച് വലുതായിട്ട് അമ്മമാർക്ക് ഗിഫ്റ്റ് തരുന്നതും ഒരു നല്ല പ്രവണത തന്നെയാണ്. അങ്ങനെ ഞാൻ ഇനി മൈക്ക് വരാനായിട്ട് 1 വീക്ക് എടുക്കും. അതുകൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ കണ്ടൻറ്റുകൾക്കൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ അറിയിക്കുക. സോ അടുത്തത് കാണുന്നത് വരെ താങ്ക് യു.